ഡ്രൈവിംഗ് ടെസ്റ്റ് പരിഷ്കരണത്തിന് ട്രാൻസ്പോർട്ട് കമ്മീഷണർ ഇറക്കിയ സർക്കുലർ റദ്ദാക്കണമെന്ന ഹർജി ഹൈക്കോടതി തള്ളി. പുതിയ നിർദ്ദേശവുമായി മുന്നോട്ടു പോകാം. മോട്ടോർ വാഹന വകുപ്പ് കോടതിയെ തെറ്റിദ്ധരിപ്പിച്ചുവെന്ന് ഓൾ കേരള ഡ്രൈവിംഗ് സ്കൂൾ വർക്കേഴ്സ് യൂണിയൻ ആരോപിച്ചു. ഡ്രൈവിംഗ് സ്കൂളിന്റെ സംയുക്തമായ ആവശ്യമാണ് 4/24 എന്നുള്ള സർക്കുലർ പിൻവലിക്കുക, നമ്മളെ ജീവിക്കാൻ അനുവദിക്കുക. ഇത് നമുക്ക് അംഗീകരിക്കാൻ പറ്റുന്നതല്ല. ഇത് മോട്ടോർ ആക്ടിൽ പറഞ്ഞിട്ടുള്ളതുമല്ല. ഇത് മന്ത്രിയുടെ സ്വന്തമായ ഒരു തീരുമാനമാണ്. അതുകൊണ്ട് നമ്മൾ ഈ സർക്കുലർ കത്തിച്ച് അന്തസ്സുള്ള ഒരു കഞ്ഞി വെച്ച് ഈ സമരം മുമ്പോട്ട് കൊണ്ടുവരണം. ടെസ്റ്റ് ബഹിഷ്കരിച്ച് ഡ്രൈവിംഗ് സ്കൂൾ ഉടമകൾ പ്രതിഷേധം തുടരുകയാണ്. തിരുവനന്തപുരം മുട്ടത്തറയിൽ സമരക്കാർ സർക്കുലർ കത്തിച്ച് കഞ്ഞിവെച്ചു. ശ്രീകാന്ത് കൊച്ചിയിൽ നിന്ന് ചേരുന്നുണ്ട്. ശ്രീകാന്ത്, എന്തൊക്കെ കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടിയായിരുന്നു കോടതിയുടെ നടപടി? ഒപ്പം തന്നെ ഇനി പ്രതിഷേധക്കാരുടെ മുന്നോട്ടുള്ള നിലപാട് എങ്ങനെയാകും? ജസ്റ്റിസ് കൗസർ അടപ്പകത്തിന്റെ സിംഗിൾ ബെഞ്ചാണ് ഈ കേസിൽ ഇന്ന് വിധി പറഞ്ഞത്. അതിൽ കോടതി പറഞ്ഞ വിധിയുടെ വിശദാംശങ്ങൾ പുറത്തു വന്നിട്ടുണ്ട്. അതിൽ പറയുന്നത് സർക്കുലർ പ്രഥമ ദൃഷ്ട്യാ കേന്ദ്ര മോട്ടോർ വാഹന ചട്ടങ്ങൾക്ക് വിരുദ്ധമല്ല എന്ന് ഹൈക്കോടതി കണ്ടെത്തിയിരിക്കുന്നു. കേന്ദ്ര ചട്ടങ്ങളോട് യോജിച്ച് നിൽക്കുന്നതാണ് സർക്കുലറിലെ നിർദ്ദേശങ്ങളെന്നും കോടതി ചൂണ്ടിക്കാട്ടുന്നുണ്ട്. സ്റ്റേ ആവശ്യം തള്ളിയ ഇടക്കാല ഉത്തരവിലാണ് ഈ പരാമർശങ്ങൾ കോടതി നടത്തിയിട്ടുള്ളത്. അതായത് സംസ്ഥാന സർക്കാരിന് ഇപ്പോൾ തീരുമാനിച്ചിട്ടുള്ള പ്രകാരം മുന്നോട്ട് പോകാം. ഈ സർക്കുലർ നിലനിൽക്കും. അത് കോടതി റദ്ദാക്കിയിട്ടില്ല, സ്റ്റേയും നൽകിയിട്ടില്ല. ഇനി ഈ ഡ്രൈവിംഗ് സ്കൂൾ ഉടമകളുടെ ഏക ആശ്രയം എന്ന് പറയുന്നത് ഗതാഗത വകുപ്പുമായി ചർച്ച നടത്തുക, അവരുടെ ആവശ്യങ്ങൾ പരമാവധി നേടിയെടുക്കാൻ ശ്രമിക്കുക. അത് മാത്രമാണ് പോംവഴി. അല്ലെങ്കിൽ സ്വാഭാവികമായും ഡിവിഷൻ ബെഞ്ചിലേക്കടക്കം അപ്പീൽ പോകാനുള്ള എല്ലാ സാധ്യതകളും തുറന്നു കിടപ്പുണ്ട്. ശ്രീകാന്താണ് വിവരങ്ങൾ നൽകിയത്.